ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ 2024 ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകളാണ് ആദ്യമേ തന്നെ ഞാൻ നേരുന്നത്. ഈ ഒരു വർഷം ദൈവം നമ്മളെ എങ്ങനെയൊക്കെയാണ് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വകരമായിട്ടുള്ള അല്ലെങ്കിൽ തേജസ്വൽക്കരിക്കപ്പെട്ടിട്ടുള്ള വഴികളിലൂടെ, ദൈവ പദ്ധതികളിലൂടെ, ദൈവത്തിൻ്റെ തികവുള്ള മാർഗങ്ങളിലൂടെ കർത്താവ് ഈ വർഷം നമ്മളെ ഓരോരുത്തരെയും നയിക്കാനായിട്ട് പോവുകയാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത് ഞാനൊന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. അതിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശത്തിലാണ് നീ ആയിരിക്കുന്നത്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നിന്റെ മേലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ ദൃഷ്ടി ഇന്ന് തുടങ്ങുന്ന ഈ ദിനം മുതൽ അടുത്ത ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദൃഷ്ടി നിങ്ങളോട് കൂടെയുണ്ട്. വിലാപങ്ങൾ 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം പറഞ്ഞത്, രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതുമാകുന്നു. ദ ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. അവന്റെ വിശ്വസ്തത വലിയതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ സങ്കീർത്തനം 104-ാമത്തെ വചനമാണ്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഈ ദിവസത്തിൽ, ഈ ഒരു പുതിയ വർഷത്തിൽ സ്തോത്രത്തോടും ആരാധനയോടും കൂടെ ഈ ഒരു പുതിയ വാതിലിലൂടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരേണ്ടതിന്. അങ്ങനെയാണ് യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം പറയുന്നത്. അതൊന്നും തിന്മയ്ക്കായിട്ടുള്ളതല്ല, നിരൂപണങ്ങളൊന്നും തിന്മയ്ക്കായിട്ടുള്ളതല്ല, മറിച്ച് നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാണ് കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ ആശിക്കുന്ന ശുഭഭാവിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർത്ത് ആമേൻ ഹല്ലേലൂയ ഒക്കെ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു കീ സ്പോൺസറാണ്. അഹമ്മദാബാദിൽ നിന്ന് അരുൺ കുമാറാണ്. അരുൺ കുമാറിന് പുതിയൊരു കമ്പനിയിൽ ജോലി ലഭിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് അരുൺ കുമാർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, പ്രോജക്റ്റ് ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനവും കൃപയും ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഭവനത്തിൽ ദൈവിക ആരോഗ്യം, ദൈവിക സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്തത് ഒരു കോ സ്പോൺസേഴ്സ് ആണ്. പുതുവൈപ്പിൽ നിന്ന് സീന സുരേഷാണ് ആദ്യത്തേത്. ഇന്ന് മകൻ ശരത്തിന്റെ 27-ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ശരത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജനുവരി 8-ന് സീന സുരേഷിന്റെ ജന്മദിനം കൂടിയാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സീന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകന് ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, സ്നാനമേൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത കോ സ്പോൺസേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്ത് ആണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യയുടെയും നീതുവിന്റെയും കുടുംബത്തിലും അവരുടെ മാതാപിതാക്കൾക്കും ദൈവിക ആരോഗ്യം, ദീർഘായുസ്സും ഉണ്ടാകട്ടെ. നിത്യയ്ക്കും ജിതിനും കർത്താവ് വീസ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അതിനു മുൻപേ എനിക്ക് തിരുവനന്തപുരത്തുള്ളവരോട് ഒരു പ്രത്യേക സദ്വാർത്ത പറയാനുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് പ്രത്യേകമായിട്ടുള്ള പുതുവത്സര ആരാധന നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ കൊച്ചിയിലേക്കൊന്നും വരാൻ സാധിച്ചില്ല. പക്ഷെ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ ഇന്ന് വരണം. പ്രത്യേകമായിട്ട് ദൈവികമായ ചില സന്ദേശങ്ങൾ നിങ്ങളോട് കർത്താവിന് പങ്കുവെക്കാനുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, കടന്നു വരുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാനും അതുപോലെ ബ്രദർ ഡാമിനും അതുപോലെ നെഹമായ ഡാമിനും ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി അവിടേക്ക് കടന്നു വരിക, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സോ യു ആർ ഓൾ വെൽക്കം ബാക്ക് ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഐ എം സോ എക്സൈറ്റഡ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വർഷം നമുക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 21 days ഓഫ് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയായിരുന്നു. ഐ വാസ് ഓൺ എ പേഴ്സണൽ ഫാസ്റ്റ് ആൻഡ് ഒത്തിരി സമയം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് കൃപ തന്നു. സോ ഐ എം ഹിയർ വിത്ത് എ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ. കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഈ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുവർഷ പുലരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ പ്രതീക്ഷയാണ്.
എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പ്രതീക്ഷകളൊക്കെ മങ്ങുന്നത് പോലെയൊക്കെ തോന്നിയേക്കാം. എങ്കിലും let me tell you, കർത്താവിൽ പ്രത്യാശയുള്ളവർക്ക് ഒരിക്കലും ആശാഭംഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടൈം ലൈനിൽ കാര്യങ്ങൾ നടക്കുകയില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ടൈം ലൈനിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യും. 2 തരം സമയങ്ങളാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. വൺ ഈസ് ക്രോണോസ് ടൈം, ദ സെക്കൻഡ് ഈസ് കൈറോസ് ടൈം. ക്രോണോസ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൊബൈലിൽ നോക്കിയ സമയം കാണും. ഞാൻ വാച്ച് കിട്ടാറില്ല, ഞാൻ സമയം നോക്കുന്ന മൊബൈലിലാണ്. സോ മൊബൈൽ അല്ലെങ്കിൽ വാച്ചിൽ, ഘടികാരത്തിൽ നമ്മൾ കാണുന്ന ടൈം, ദാറ്റ് ഈസ് ക്രോണോസ് ടൈം എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്തിൽ തന്നെ ഈ ഭൂമിയുടെ കറക്കം അനുസരിച്ച് വ്യത്യാസമുണ്ട്, ടൈം സോണുകളുണ്ട്. എന്തായാലും ഒരു 24 മണിക്കൂറിൽ ആ ഒരു സമയത്തൂടെ നമ്മളിങ്ങനെ പോകും. ദാറ്റ് ഈസ് ക്രോണോസ് ടൈം. എന്നാൽ കൈറോസ് ടൈം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. ഒന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം. മനുഷ്യൻ്റെ സമയം ആകണമെന്നില്ല ദൈവത്തിൻ്റെ സമയം, എൻ്റെ സമയം ആകണമെന്നില്ല ദൈവത്തിൻ്റെ സമയം. ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം എന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കുന്ന സമയം. അങ്ങനെ ഒരു സമയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. ഞാൻ ഒരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം, പുതിയ നിയമത്തിലെ 4-ാം പുസ്തകം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. സർ, the invalid said, I have no one to help me into the pool when the water is stirred. While I am trying to get in, someone else goes down ahead of me. So, ഈ ഒരു എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ആ പശ്ചാത്തലം അറിയണമെങ്കിൽ അതിൻ്റെ 1-ാമത്തെ വചനം മുതലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ആ സ്ഥലത്താണ്, ആ വാക്യങ്ങളിലാണ് ഈ സ്റ്റോറി കാണുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. 38ഓളം വർഷമായി രോഗിയായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ബെഥസ്ത എന്ന് പറയുന്ന കുളക്കരയിൽ തനിക്കൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. ഈ ബെഥസ്ത എന്ന് പറയുന്നത് ഒരു വലിയൊരു കുളമാണ്. അവിടെ 2 കുളമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബെഥസ്ത കുളം, 2 ഷിലോവാം കുളം. അങ്ങനെ 2 കുളങ്ങളാണ് ജെറുസലേമിലുള്ളത്. അതിലൊരു കുളമാണ് ബെഥസ്ത കുളം. ബെത്ത് എസ്ദ എന്ന് പറഞ്ഞ ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം. ഇപ്പം നമ്മൾ ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിലൊക്കെ പല പേരുകൾ നടക്കുമ്പോൾ കരുണാസദൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ വീട്, കരുണയുടെ ഗൃഹം. അങ്ങനെയാണ് അതിൻ്റെ പേര്. ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് എ ഷ്രൈൻ, ഒരു പുണ്യസ്ഥലം പോലെയാണ്. ചില ട്രാൻസ്ലേഷനുകൾ കാണുന്നത് വർഷത്തിലൊരിക്കൽ ഒരു ദൈവദൂതൻ വന്നിട്ട് അവിടെ കുളം കലക്കുന്നു. ആ സമയത്ത് ആദ്യം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആൾ സൗഖ്യമാവും. ഇങ്ങനെയാണ് ചില ട്രാൻസ്ലേഷനുകളിൽ പറയുന്നത്. ചില ട്രാൻസ്ലേഷനുകളിൽ അതില്ല. ഏതായാലും ഞാൻ അതിനെക്കുറിച്ചൊരു സെർച്ച് നടത്തിയപ്പോൾ മനസ്സിലായത് അവിടെ ദൈവത്തിൻ്റെ ദൂതനൊന്നും വന്ന് കലക്കുന്നതൊന്നുമല്ല. അതൊരു ഒരു 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 ഐതിഹ്യമായിരുന്നു. അത് വാസ്തവത്തിലൊരു പേഗൻ ഷ്രൈനാണ്. വിജാതീയരുടെ, യഹൂദന്മാരുടെ അല്ലത്, വിജാതീയരുടെ ഒരു ഹെലനിസ്റ്റിക് എന്ന് പറഞ്ഞ ഗ്രീക്കുകാർ അവിടെ ഭരിച്ചിരുന്ന ആ കാലം മുതൽ അവിടെ ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു ഡബിൾ പൂളാണ്, ഒരു ട്വിൻ പൂളാണ്. 2 കുളങ്ങളാണ്. അതിൻ്റെ നടുവിൽ ചെറിയൊരു പാർട്ടീഷൻ പോലെ എന്തോ ഉണ്ട്. മാത്രമല്ല 5 മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങളിൽ ഒത്തിരി പേർക്ക് ഇരിക്കാനും കിടക്കാനുമുള്ള ഒത്തിരി സൗകര്യങ്ങളുണ്ട്. പടവുകളായി ഇറങ്ങി ഈ മണ്ഡപങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അന്നത്തെ വിശ്വാസം ഇതാണ്: ഏതോ ഒരു ഗ്രീക്ക് ദേവനോ ദേവതയോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സർപ്പന്റ് സ്പിരിറ്റ്സ്, ചില സർപ്പശക്തികൾ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് വർഷത്തിലൊരിക്കൽ അവിടെ ഈ സർപ്പം ഇങ്ങനെ ആ ഉറവിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം അന്ന് ഈ സ്പ്രിങ്സും സർപ്പൻസും സ്നേക്സും തമ്മിലൊരു കണക്ഷൻ അവരുടെ ഐതിഹ്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക്, ഈ ഉറവിലേക്ക് സർപ്പങ്ങൾ ഇറങ്ങി എന്ന് വെച്ചാൽ ആത്മീയമായ രീതിയിലാണ് ചില
ആത്മാക്കൾ, സെർപ്പൻറ്റ് സ്പിരിറ്റ്സ് ഇറങ്ങി അതിൽ നിന്നിങ്ങനെ അതിങ്ങനെ പാമ്പ് ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ വളഞ്ഞു പുളയുമ്പോൾ ഈ വെള്ളം കലങ്ങും. ആ സമയത്ത് ഈ വെള്ളം ഒരു ഔഷധ ജലമായി മാറും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, മിടുക്കന്മാർക്ക് മാത്രമേ സൗഖ്യം കിട്ടൂ. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് ആരെങ്കിലും സൗഖ്യമായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഐതിഹ്യമാണ്. ഇങ്ങനെയുള്ള ഒത്തിരി പുണ്യസ്ഥലങ്ങളില്ലേ, അവിടെ പോയാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയുന്നതുകൊണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ വസൂരി മാറും എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന പുണ്യസ്ഥലത്ത് പോയാൽ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടും, കുടുംബജീവിതത്തിന് ഐശ്വര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കല്യാണം നടത്തുക, ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെ ഓരോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ നമുക്കും നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും ഉണ്ട്. അവിടെയൊക്കെ ഭക്തജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടി വരും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇത്. അതല്ലാതെ സ്വർഗത്തിലെ ദൈവദൂതൻ വന്ന് കലക്കുന്ന പരിപാടി അങ്ങനെ ഒന്നും വാസ്തവത്തിലില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അവിടെ ഒരു മനുഷ്യൻ കിടക്കുക. എത്ര വർഷം? 38 വർഷം ആ മനുഷ്യൻ രോഗിയായിരുന്നു. 38 വർഷം അവിടെ കിടപ്പുണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പഴക്കം 38 വർഷം. അവിടെ യേശു ചെല്ലുകയാണ്. ആ മനുഷ്യൻ്റെ അതുവരെയുള്ള ആയുസ്സിൽ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ബ്ലെസ്സിംഗ് ടുഡേ പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന ട്രിവാൻഡ്രം. പാസ്റ്റർ ഡാമിയനും കുടുംബവും ശുശ്രൂഷിക്കുന്നു. ജനുവരി 1 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ. സ്ഥലം ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, ട്രിവാൻഡ്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996001 or 8111996014. അതല്ലാതെ ഈ ബൈബിൾ പറഞ്ഞിട്ടുള്ള ഈ കഥ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് ഈ മോർണിംഗ് ഗ്ലോറി അങ്ങ് അവസാനിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I'm going to give you a message for the entire year. ഈ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളൊരു സന്ദേശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു അവിടേക്ക് ചെല്ലുകയാണ്. അതൊരു സാബത്ത് നാളായിരുന്നു. യഹൂദന്മാർക്ക് ഒന്നും ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു സാബത്ത് നാളിൽ യേശു അവിടെ എത്തുകയാണ്. ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിനോട് പറയുന്ന കാര്യമാണ്. അപ്പം അതിനു മുമ്പ് യേശു അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടെ ഞാനൊന്ന് എൻ്റെ പശ്ചാത്തലം ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ടെങ്കിൽ അതിൻ്റെ കാര്യം മനസ്സിലാവും. ഒരു ജൂയിഷ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് യേശു കർത്താവ് യെരൂശലേമിലെത്തുന്നു. 2-ാമത്തെ വചനത്തിൽ അവിടെ ഷീപ്പ് ഗേറ്റ്, ആട്ടിൻ വാതിലിനടുക്കലാണ് അരമായിക് ഭാഷയിൽ ബെഥസ്ത എന്നറിയപ്പെടുന്നത്. പല ബെത്സാദ, ഇങ്ങനെ പല സ്പെല്ലിങ്സും പല വേരിയൻസും ഉണ്ട്. ബെഥസ്ത എന്ന് പറയുന്ന സ്ഥലം 5 കവേർഡ് കോളനേറ്റ്സ് അവിടെ ഉണ്ട്. 5 മണ്ഡപങ്ങൾ എന്ന് വെച്ചാൽ റൂഫൊക്കെ ഉണ്ട്. മഴ നനയാതെ ആളുകൾക്ക് വിശ്രമിക്കാനും കിടക്കാനും ഇരിക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന 5 മണ്ഡപങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക്, 100 കണക്കിന് പേർക്ക് ഈ കുളക്കരയിൽ വെയിറ്റ് ചെയ്യാൻ കഴിയും. അവിടെയാണ് 3-ാമത്തെ വചനത്തിൽ എ ഗ്രേറ്റ് നമ്പർ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ യൂസ് ടു ലൈ. ഒത്തിരി രോഗികളോടെ കിടക്കുക. ദ ബ്ലൈൻഡ്, ദ ലെയിം, ദ പാരലൈസ്ഡ്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ ഈ ലോകത്തിൽ പലതരത്തിൽ രോഗികൾ, ഇനി രോഗമധികമൊന്നും ഇല്ലെങ്കിലും പലവിധ പരാധീനതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി പേരെ കാണാം. അതിലാണ് 38 വർഷം പഴക്കമുള്ള രോഗവുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. യേശു അവിടെ ചെന്നു. ഇദ്ദേഹത്തിന് ഇതുപോലത്തെ അവസ്ഥയാണെന്ന് മനസ്സിലായ ഉടനെ യേശു അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുക, ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സർ, ഐ ഹാവ് നോ വൺ ടു ഹെൽപ്പ് മീ ഇൻ ടു ദ പൂൾ വെൻ ദ വാട്ടർ ഈസ് സ്റ്റിർഡ്. ഈ കുളം കലങ്ങുന്ന സമയം, വെള്ളം കലങ്ങുന്ന സമയത്ത് ആരും എന്നെ പിടിച്ചിറക്കാൻ ഇല്ല. ഇതാണ് ആ മനുഷ്യൻ പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, isn't it the cry of so many thousands of people around us? എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇടയ്ക്കെങ്കിലും തോന്നിയിട്ടില്ലേ, എന്നൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ജീവിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്ന് ഉയരാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ?
അപ്പോൾ ഈ മനുഷ്യൻ്റെയും കരച്ചിലതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. കാരണം ഈ മനുഷ്യനിങ്ങനെ പരസഹായമില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. അപ്പോൾ മിടുക്കന്മാരാണ് അവിടെ കിടക്കുന്നതെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു വരുന്ന ഇതാണ്, ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ബിഫോർ മീ ബട്ട് ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ്. അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹായിക്കാൻ ആരുമില്ല. മുമ്പിൽ പല അവസരങ്ങൾ, തൊഴിലവസരങ്ങളുണ്ട്, ബിസിനസ്സിൻ്റെ അവസരങ്ങളുണ്ട്, ഒത്തിരി കല്യാണാലോചനകളൊക്കെ ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ എനിക്ക് ആങ്ങളമാരില്ല, അച്ഛനില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആരും സഹായിക്കാനില്ല. ഇങ്ങനെ ആരും സഹായിക്കാനില്ല എന്ന് പറയുന്ന വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളില്ലേ, ആൺകുട്ടികളില്ലേ? അവസരങ്ങൾ ഒത്തിരി ഉണ്ട് മുമ്പിൽ, പക്ഷേ ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ്. ചില സമയത്ത് ചിന്തിക്കും, ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിപ്പോയേനെ. എനിക്ക് ഹൈ ലെവൽ കണക്ഷൻസ് ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം നടന്നേനെ. വീടിടിഞ്ഞു പൊളിയാറായി, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അതങ്ങ് പണിയാമായിരുന്നു. ഇനി ഒത്തിരി പേരുടെ ഒരു വേദനയാണ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഫാമിലി സപ്പോർട്ട്. കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ടില്ല. എത്രയോ പേരുടെ കരച്ചിലാണ്, there is no one to support me in my family. ഫാദറും ഇല്ല, മദറും ഇല്ല, അല്ലെങ്കിൽ ആങ്ങളമാർ സഹായിക്കുന്നില്ല, പെങ്ങളുമാർ സഹായിക്കുന്നില്ല, നാത്തൂൻ സഹായിക്കുന്നില്ല. എൻ്റെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടില്ല. എന്തിന്? ഒത്തിരി ഭർത്താക്കന്മാരുടെ വേദനയാണ്, ഭാര്യ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ അവളൊന്ന് എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ, there is no one to support me. ഇങ്ങനെയുള്ള കരച്ചിൽ. അല്ലെങ്കിൽ ഒത്തിരി പ്രോജക്റ്റുകളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ ഫണ്ട്സ് ഇല്ല. ആരെങ്കിലും ഫണ്ട്സ് തന്നിരുന്നെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് മുന്നിലേക്ക് പോയാൽ. ഒത്തിരി പേർക്ക് സഹായകരമാകാവുന്ന വലിയ പ്രോജക്റ്റുകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, പക്ഷെ ഫണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ദെൻ ഐ ഡോണ്ട് ഹാവ് സ്പോൺസേഴ്സ്. ചിലരുടെയൊക്കെ ഉള്ളിലുള്ളൊരു ചിന്തയാണ്, ചില ആൽബങ്ങളൊക്കെ ഇറക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ഫിലിം പിടിക്കണമെന്നുണ്ട്, കുറേ വലിയ വലിയ സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സ്പോൺസേഴ്സ് ഇല്ല. സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. ദെൻ ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ജീൻസ്. എന്നുദ്ദേശിക്കുന്നത് ഇടുന്ന ജീനല്ല കേട്ടോ, ജീൻസ് അല്ല ഞാൻ പറയുന്നത്, DNA-യിലുള്ള നമ്മുടെ ജീനുണ്ട്. കറക്റ്റ് ജീൻസ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ കറക്റ്റ് ജനിക്കേണ്ട വംശത്തിൽ ജനിക്കേണ്ട രീതിയിൽ കറക്റ്റ് ജീനുകളുമായിട്ടാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജീവിക്കേണ്ടി വരികയില്ലായിരുന്നു. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്ന ഇതാണ്, നല്ലൊരു വീട്ടിൽ പിറന്നിരുന്നെങ്കിൽ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്, ഇങ്ങനൊരു വീട്ടിൽ ജനിച്ചുകൊണ്ടല്ല ഞാൻ ഈ അരിഷ്ടതയിലൂടെ പോകുന്നു. നല്ല സാമ്പത്തികമുള്ള, വിദ്യാഭ്യാസമുള്ള, മാതാപിതാക്കളുള്ള നല്ലൊരു വീട്ടിലായിരുന്നെങ്കിൽ, കുലീനതയുള്ളൊരു അരിസ്റ്റോക്രസിയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ ഇത്രയും സ്ട്രഗിളിലൂടെ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഈ മനുഷ്യൻ 38 വർഷമായിട്ട് കിടക്കുന്ന ആ മനുഷ്യൻ്റെ അകത്തൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന, റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന, റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, there is no one to help me. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളും ആയിപ്പോകാറുണ്ട്. ശരിയായൊരു സഹായം ആരുമില്ലാതിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ ഇത് ആരോടാ പറയുന്നത്? ദ റിയൽ ഹെൽപ്പർ. എന്ത് സഹായവും ചെയ്യാൻ കഴിവുള്ള യേശുവിനോടാണ് ഈ കാര്യം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഈ യേശുവിനെ ഈ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. നമുക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആവശ്യങ്ങൾ ഒത്തിരിയാണ്, പരാധീനതകൾ ഒത്തിരിയാണ്, കഴിവില്ലായ്മകൾ ഒത്തിരിയാണ്. നമ്മളും ആ മനുഷ്യനെ പോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ശരീരമൊക്കെ ഉണ്ട്, കൈയും കാലും എല്ലാം ഉണ്ട്, സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ, പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിൽ, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ
അങ്ങനെ അവസ്ഥയിൽ നമ്മളൊക്കെ ആയി പോകാറുണ്ട്. പല സാഹചര്യങ്ങളിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യേശു, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന യേശുവിന് ഏത് സഹായവും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. മനുഷ്യരാരും സഹായിച്ചില്ലേലും സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കർത്താവാണ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ കർത്താവാണ്. ഇന്ന് ഈ ഒരു വർഷത്തേക്ക് വേണ്ടി ഞാൻ പറയുന്നൊരു സന്ദേശമാണ്, നമുക്ക് ഈ മനുഷ്യരിൽ ആശ്രയിക്കുന്ന പരിപാടി ഒന്ന് നിർത്താം പ്ലീസ്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഭൂമിയിലെ മാതാപിതാക്കളിലും ഭൂമിയിലുള്ള നമ്മുടെ സഹോദരങ്ങളിലും ഭൂമിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിലും ഒക്കെ ആണെങ്കിൽ നമ്മളെല്ലാം നിരാശപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ മൊത്തം ബൈബിൾ എടുത്ത് അതിനെ രണ്ടാക്കി ഇങ്ങനെ മുറിച്ചാൽ അതിൻ്റെ ഏറ്റവും നടുവിലുള്ളൊരു വാക്യം എടുത്താൽ 118 സങ്കീർത്തനത്തിൻ്റെ 8-ാം വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വാവ്! The central verse of the Bible എന്താ പറയുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഒന്നെല്ലാവരും ടൈപ്പ് ചെയ്തിട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്ന എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നിരാശപ്പെടും. കാരണം അവർ കൈവിടും, കാരണം അവർ കൈ കഴയ്ക്കും. നമ്മളെ താങ്ങി എടുത്തു പൊക്കിയും ആർക്കും മടുപ്പ് വരും. എന്നാൽ അവൻ്റെ ബലമുള്ള വീര്യമുള്ള വലങ്കൈ കൊണ്ട് അവൻ നമ്മെ താങ്ങിയാൽ, എത്ര വർഷം വേണമെങ്കിലും ജീവിതകാലം മുഴുവനും താങ്ങിയാൽ അവൻ്റെ കൈകൾ കഴച്ചൊടിയുകയില്ല. അവൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഹലോ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വർഷത്തേക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. തീരുമാനം ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഈ വർഷം മനുഷ്യരിൽ ആശ്രയിക്കില്ല. കർത്താവ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, ഇത്രയും മനുഷ്യർ അവിടെ ഈ 5 മണ്ഡപങ്ങളിലായിട്ട് 100 കണക്കിന് മുടന്തന്മാരും കോഴിടന്മാരും വാതരോഗം പലരും കിടപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യനോടാണ് കർത്താവ് ചെന്ന് ചോദിക്കുന്നത്. അതിനിടയിൽ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കാൻ, ദൈവമൊന്നും അറ്റ്റാൻഡം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാവരുടെയും അകമറിയാവുന്ന യേശു ഒരു പക്ഷേ ഈ ഒരൊറ്റ മനുഷ്യൻ, ഇത്രയും കിടക്കുന്നതിൽ ഒരൊറ്റ മനുഷ്യൻ അകത്തൊരു പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചു കാണും. ശരിയായൊരു ദൈവമുണ്ടെങ്കിൽ, ഒരു സത്യദൈവമുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, എനിക്കൊരു സൗഖ്യം തരണേ, എനിക്കൊരു ഭാവി തരണേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ. ഒരുപക്ഷെ രാത്രിയും പകലും ഈ രോഗികളായി കിടക്കുന്നവരുടെ കരച്ചിലും ഈ ചുറ്റും ഒരു ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ആശുപത്രി വാർഡിൽ കിടക്കുകയാണ്. അപ്പുറമൊക്കെ 100 കണക്കിന് രോഗികളുണ്ട്. അവിടെ നിന്ന് ഞരങ്ങലും, ഇവിടെ നിന്നൊരു മുരളലും, അവിടെ ചുമ, അയ്യോ വയ്യാ വേദന എന്നൊക്കെ പറയുന്ന ദീനരോദനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ 24 മണിക്കൂറും കിടക്കുന്ന ഒരു അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരുപക്ഷെ നിങ്ങൾ അക്ഷരീയമായ അങ്ങനെ ഒരു അനുഭവത്തിലാകാം. But there is a Jesus standing just beside you. ഇങ്ങനെ ഒരു യേശുവാണ് മുമ്പിൽ അരികിൽ ഒക്കെ നിൽക്കുന്നത്. ആ യേശു പറയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അതിൻ്റെ അർത്ഥം, can you believe me? എന്നിൽ വിശ്വസിക്കാമോ? എന്നിൽ വിശ്വസിക്കാമോ? നിനക്ക് യഥാർത്ഥത്തിലൊരു മനസ്സുണ്ടോ എന്നിൽ വിശ്വസിക്കാൻ? എൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ നിനക്ക് വിശ്വാസമുണ്ട്? ഏതായാലും ആ കർത്താവ് ഈ മനുഷ്യനിങ്ങനെ പരാതി പറഞ്ഞിങ്ങനെ കിടക്കുവാണെങ്കിൽ ആ മനുഷ്യനോട് 8-ാമത്തെ വചനത്തിൽ നിന്ന് ജീസസ് സെഡ് ടു ഹിം, ഗെറ്റ് അപ്പ്, പിക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക്. കർത്താവ് പറയുക, എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്തുകൊണ്ട് നടന്നോളാം. ഇവിടെ കാണുന്ന അറ്റ് വൺസ് ദ മാൻ വാസ് ക്യൂർഡ്. ഹി പിക്ഡ് അപ്പ് ഹിസ് മാറ്റ് ആൻഡ് വാക്ക്ഡ്. ആൻഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്,
ഏത് നിലയിലും നമ്മെ പിടിച്ചുയർത്തി ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ സകലത്തിനും മാറ്റം നൽകി. 2023 ലാസ്റ്റ് ഡേ ഡിസംബർ 31 വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത വളരെ നല്ലൊരു ഭാവി ഈ വർഷം മുതൽ നൽകാൻ കഴിവുള്ള ഒരു സഹായകൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ആ യേശുവിൽ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വർഷം നമുക്ക് വേണ്ടി ചെയ്യും. ഓരോ ദിവസവും പലതും ചെയ്യും. കർത്താവ് ശക്തനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. പറയാമോ? ഈ ഒരു വർഷം മൊത്തം ഈ ഒരു ദൂത് മറക്കരുത്. അതായത് മനുഷ്യരിൽ ആശ്രയിക്കുന്ന എല്ലാ ആളുകളും നിരാശപ്പെടും. കാരണം മനുഷ്യർക്ക് പരിമിതികളുണ്ട്. ചിലർ സഹായിക്കാമെന്ന് പറയും, പക്ഷെ സഹായിക്കില്ല. ചിലർ സഹായിക്കില്ലെന്ന് പറയും, പക്ഷെ സഹായിച്ചെന്നിരിക്കും. പക്ഷെ ആ സഹായം എപ്പോഴും ഉള്ളതാകണമെന്നില്ല. ഇപ്പം എന്നോട് പലരും സഹായങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ മനുഷ്യനായതുകൊണ്ട് ഒത്തിരി പരിമിതികളുണ്ട്. കഴിവിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുമായിരിക്കാം, പക്ഷെ പരിധികളുണ്ട്. എന്നാൽ ഒരു പരിധികളുമില്ലാത്ത അപ്രമേയനായ ഒരു അൺലിമിറ്റഡ് ഗോഡ് ഫാദർ നമുക്കുണ്ട്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പറ്റുവാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് കൂപ്പി പിടിച്ചിട്ട് പറഞ്ഞേ, യേശുവേ, ഈ വർഷം മുഴുവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഈ വർഷം ഞാൻ നിരാശപ്പെടുകയില്ല. നീ എൻ്റെ പ്രത്യാശയാണ്, നീ എൻ്റെ പ്രതീക്ഷയാണ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ പറയുവാണ്, ഈ രീതിയിലാണ് മുന്നിലേക്ക് പോകുന്നതെങ്കിൽ ഒരു ദിവസം പോലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം മനുഷ്യരിലല്ലല്ലോ ആശ്രയം. നിരാശപ്പെടേണ്ടി വരില്ല. ഒന്ന് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കാമോ? ഈ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ കൃപയും സുപ്രസാദവും കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുകയാണ്. ഈ ഒരു വർഷം ആരോഗ്യത്തിൻ്റെ വർഷമാകട്ടെ, സൗഖ്യത്തിൻ്റെ വർഷമാകട്ടെ, ബലമുള്ള വർഷമാകട്ടെ, അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ, വളർച്ചയുടെ വർഷമാകട്ടെ, കൊയ്ത്തിൻ്റെ വർഷമാകട്ടെ, വിശാലതയുടെ വർഷമാകട്ടെ, അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ, സമ്പന്നതയുടെ വർഷമാകട്ടെ, സമാധാനത്തിൻ്റെ വർഷമാകട്ടെ. എന്തെല്ലാം ദൈവത്തിൽ നിന്നും യാക്കോബ് 1:17 പ്രകാരം ജനങ്ങൾക്ക് വരും, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. സോ ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് എല്ലാവരെയും ധാരാളമായി ഒരു വർഷം അനുഗ്രഹിക്കട്ടെ. ഒരു തീരുമാനം കൂടെ എടുക്കണം. ഒരു ദിവസം പോലും ഈ വർഷം മോർണിംഗ് ഗ്ലോറി മുടക്കില്ല, ദൈവജന പഠനം മുടക്കില്ല, പ്രാർത്ഥന മുടക്കില്ല. പിന്നൊരു കാര്യം കൂടെ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ വർഷം 52 ഞായറാഴ്ചയുണ്ട്. ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ പോകണം, കർത്താവിനെ ആരാധിക്കാം. ബ്ലെസ്സിങ് സെൻറ്റർ ഇല്ലാത്തൊരു സ്ഥലമാണോ? നോ പ്രോബ്ലം. ഓൺലൈനിൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ രക്ഷ കിട്ടി, യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി, യേശുവിനെ കിട്ടിയാൽ സൗഖ്യം കിട്ടി, യേശുവിനെ കിട്ടിയാൽ നന്മ കിട്ടി, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. യേശുവൊരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയമൊരു സമാധാന സാഗരമാകും. യേശുവൊരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയമൊരു സന്തോഷ സാഗരമാകും. യേശുവൊരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയമൊരു സമാധാന സാഗരമാകും. യേശുവൊരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയമൊരു സന്തോഷ സാഗരമാകും. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ രക്ഷ കിട്ടി, യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി, യേശുവിനെ കിട്ടിയാൽ സൗഖ്യം കിട്ടി,
യേശു ഒരു കുടുംബത്തിൽ വന്നിടുമ്പോൾ കടങ്ങളും കലഹങ്ങളും മാറിപ്പോകും. യേശു ഒരു കുടുംബത്തിൽ വന്നിടുമ്പോൾ മദ്യപാനം ജപ്തിയെല്ലാം മാറിപ്പോകും. യേശു ഒരു കുടുംബത്തിൽ വന്നിടുമ്പോൾ കടങ്ങളും കലഹങ്ങളും മാറിപ്പോകും. യേശു ഒരു കുടുംബത്തിൽ വന്നിടുമ്പോൾ മദ്യപാനം ജപ്തിയെല്ലാം മാറിപ്പോകും. യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ രക്ഷ കിട്ടി, യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി, യേശുവിനെ കിട്ടിയാൽ സൗഖ്യം കിട്ടി, യേശുവിനെ കിട്ടിയാൽ നന്മ കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി. യേശു ഒരു നാട്ടിലൂടെ വന്നിടുമ്പോൾ ഇരുളിലുള്ള ജനങ്ങളെല്ലാം വെളിച്ചം കാണും. യേശു ഒരു നാട്ടിലൂടെ വന്നിടുമ്പോൾ തടവിലുള്ള ജനങ്ങളെല്ലാം സ്വതന്ത്രരാകും. യേശു ഒരു നാട്ടിലൂടെ വന്നിടുമ്പോൾ ഇരുളിലുള്ള ജനങ്ങളെല്ലാം വെളിച്ചം കാണും. യേശു ഒരു നാട്ടിലൂടെ വന്നിടുമ്പോൾ തടവിലുള്ള ജനങ്ങളെല്ലാം സ്വതന്ത്രരാകും. യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാൽ രക്ഷ കിട്ടി, യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി, യേശുവിനെ കിട്ടിയാൽ സൗഖ്യം കിട്ടി,